തീർച്ചയായും സൈക്കോപാത്തുകളാണോ ഈ യുദ്ധം സൃഷ്ടിക്കുന്നത് അല്ലേ എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പലതരം പാറ്റേണുകളിലാണ് യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. സൈക്കോപാത്തുകളിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ല. പക്ഷേ എങ്കിലും വിവേചനരഹിതരായിട്ടുള്ള, വിവേചനം ബുദ്ധിയില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത, അല്ലെങ്കിൽ അനുതാപം എന്ന വികാരം തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഭരണാധികാരികളാണ് ആധുനിക യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ആശയത്തിൽ ഊന്നിയുള്ള ഒരു വർത്തമാനം ഇവിടെ തുടർന്ന് വരാൻ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ നമ്മുടെ ആധുനിക ലോകത്തിൽ നമ്മളത് കാണുന്നത് അത് തന്നെയാണ്. യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ കെടുതി അനുഭവിച്ച ഒരു ഭൂപ്രവിശ്യയാണ് യൂറോപ്പ്. നമുക്കറിയാം, ലക്ഷങ്ങളാണ് യൂറോപ്പിൽ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ യൂറോപ്പ് ഈ ലോകത്തിലെ ഏറ്റവും പ്രശാന്തമായ ഒരു ഭൂമികയാണ്. യുദ്ധത്തിൽ നിന്നും അവർ പാഠങ്ങൾ പഠിക്കുകയും ആധുനിക ലോകത്തിൽ യുദ്ധം തികച്ചും അപ്രസക്തമാണെന്ന് അവരുടെ ജീവിതം കൊണ്ട് തെളിയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്നത്തെ യുദ്ധങ്ങൾ യൂറോപ്പിന് പുറത്താണ് നടക്കുന്നത്. പക്ഷേ പാശ്ചാത്യ ശക്തികൾ അതിലുണ്ട്. എങ്കിൽ പോലും അധികാരപ്രമത്തരായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ പ്രേരണയാൽ ഉണ്ടാകുന്നതാണ് ഇന്നത്തെ യുദ്ധങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നുകൂടി ഇവിടെ നമ്മൾ കാണേണ്ടതുണ്ട്. അടുത്തതായി ജയകുമാർ സാറിന്.